പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്തുകോലയിലാണ്. എൻ്റെ തൊട്ടുപുറയിൽ ഒരു ചെടി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ജൽജീവൻ മിഷന്റെ പൈപ്പിന്റെ കുഴി എടുത്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ആ കുഴി വലുതായി കഴിഞ്ഞപ്പോഴത്തേന് അവർ കുറച്ച് സിമെന്റൊക്കെ ചുമ്മാ കൊണ്ടുപോയി കോരി ഒഴിച്ച് അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒത്തിരി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണുക. ഇത് വെട്ടത്തുകോല ജംഗ്ഷനാണ്. രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ സംഗമ സ്ഥലമാണ്. വെട്ടത്തുകോല മീടം പാമ്പാടി റോഡ്, അതുപോലെ കോട്ടയം കോഴഞ്ചേരി ഹൈവേ. ഈ രണ്ടും BMBC നിലവാരത്തിൽ പണിത റോഡാണ്. നല്ല റോഡായിരുന്നു. എന്നാൽ ജൽജീവൻ മിഷൻ്റെ പൈപ്പിൻ്റെ കുഴിയെടുത്തപ്പോഴത്തേന് ആ റോഡ് ആകെപ്പാടെ തകർന്നു. ഇവിടെ ഓരോ ദിവസവും നിരവധി അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ രാവിലെ കണ്ട കാഴ്ചയാണിത്. ഇവിടെ ആരോ ഇത് ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷമാണ് അവരത് ചെയ്തത്. ഈ കുഴിക്കകത്ത് ചാടിയാണ് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ അവർ ഇത് കണ്ട് മടുക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഇതുപോലെ അവരാണ് ഇപ്പോഴും കവലയിലുള്ളത്. വെട്ടിപ്പൊളിച്ചിട്ടിട്ട് പോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കവലയിലെ അവസ്ഥയാണിത്. ബൈക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അവരൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തുമാത്രം പൈസ മുടക്കിയല്ലോ ഹോസ്പിറ്റലിൽ ഇറങ്ങി വരാൻ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. സ്കൂൾ വാഹനങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. കാരണം ഒരു മറവും കൂടെയാണ് ഇവിടെ. വാഹനങ്ങൾ വരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. വളരെ നാളുകൾ മോശമായിട്ട് കിടന്നതിന് ശേഷം കുറച്ച് കോൺക്രീറ്റ് കൊണ്ടിട്ട് അത്യാവശ്യം പേരിന് മാത്രം എന്തോ ചെയ്തെന്ന് വരുത്തി. അതിനുശേഷമാണ് വീണ്ടും ഈ അവസ്ഥയായത്. ഒരു വാഹനം വന്നാലൊന്ന് തിരിഞ്ഞൊടിഞ്ഞു പോകാനുള്ള സൗകര്യം പോലും ഉണ്ടോ നിങ്ങൾക്ക് കാണാം. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാഹനാപകടങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് വാഹനങ്ങളുടെ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ്?